KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് നാളെ. ജനലക്ഷങ്ങൾ നാളെ കോഴിക്കോട്ടേക്ക്. തത്സമയം KMIC-യിൽ. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ നാളെ വാഹന നിയന്ത്രണം. മലപ്പുറം മഅ്ദിൻ ലൈറ്റ് ഓഫ് മദീന പ്രകീർത്തന സദസ്സിന് ആയിരങ്ങൾ സംബന്ധിച്ചു. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയതിൽ വ്യാപക പ്രതിഷേധം. നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തിൽ ഗൾഫ് മേഖലയിലാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട 7.5 ലക്ഷം പേരെ ഹിന്ദുമതത്തിലേക്ക് മാറ്റിയെന്ന് പ്രവീൺ തൊഗാഡിയ. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകണമെന്നും തൊഗാഡിയ. പത്താൻകോട്ടിൽ പ്രധാനമന്ത്രി സന്ദർശനം തുടരുന്നതിനിടെ പഞ്ചാബിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഒരു മാസക്കാലം നീണ്ടുനിന്ന KMIC മീലാദ് ക്യാമ്പയിന്റെ സമാപനം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രവാചക പ്രകീർത്തനങ്ങളുമായി ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് നാളെ. കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയുടെ കീഴിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മീലാദ് കോൺഫറൻസിനാണ് നാളെ വൈകിട്ട് കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിക്കുക. സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ നടക്കുന്ന കോൺഫറൻസിൽ അന്താരാഷ്ട്ര രംഗത്ത് ശ്രദ്ധേയരായ ഇസ്ലാമിക പണ്ഡിതരും പ്രബോധകരും സൂഫിവര്യന്മാരും സംബന്ധിക്കും. വിശദാംശങ്ങൾ നൽകുന്നതിനായി മർക്കസ് മീഡിയ ഡയറക്ടർ യാസർ അർഫാത്ത് നൂറാനി നമ്മോടൊപ്പം ചേരുന്നു. യാസർ അർഫാത്ത് നൂറാനി, സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ നാളെ കോഴിക്കോട്ട് മർക്കസ് അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജലീൽ, മർക്കസ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രവിശാലമായ സമ്മേളന നഗരിയിലാണ്, കോഴിക്കോട് കടപ്പുറത്ത്. ഇവിടെ സ്റ്റേജിന്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഗ്രൌണ്ടിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകരെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ജലീൽ. ഷെയ്ഖ് ഹബീബ് അലി അൽ ജിഫ്രി തങ്ങളാണ് സമ്മേളനത്തിലെ മുഖ്യാതിഥി. അദ്ദേഹം എപ്പോഴാണ് കേരളത്തിലെത്തിയത്? അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകൾ ഏതൊക്കെയാണ്? ഇനി ഏതൊക്കെ ചടങ്ങുകളിലാണ് അദ്ദേഹം പങ്കെടുക്കുക? വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്കാണ് ഹബീബ് ജിഫ്രി കോഴിക്കോട് അന്താരാഷ്ട്ര കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. മർക്കസ് സാരഥികൾ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചു. ശേഷം ശനിയാഴ്ച രാവിലെ അദ്ദേഹം അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി തന്നെ പൂനൂർ നടക്കുന്ന അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിന്റെയും അതുപോലെ പുറം സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്ത ആ വിശാലമായ കോൺഫറൻസിൽ അദ്ദേഹം 2 മണിക്കൂറോളം തുടർച്ചയായി പ്രഭാഷണം നടത്തുകയുണ്ടായി. പങ്കെടുത്ത പരിപാടികളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഹബീബ് ജിഫ്രി പറഞ്ഞത് സായുധ പോരാട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ അനാവശ്യമാണെന്നും വിവിധ ലോകരാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത് സമാധാനത്തിനുള്ള നീക്കങ്ങളാണ് വിവിധ ലോകരാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ ഒരു യഥാർത്ഥ പ്രബോധകന്റെ വിവിധ ഗുണങ്ങളും ഒരു പ്രബോധകന് ഉണ്ടായിരിക്കേണ്ട വ്യക്തി വൈശിഷ്ട്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. ആനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം മുന്നോട്ട് പോയത്. ജലീൽ, ഇന്ന് അദ്ദേഹത്തിന് മർക്കസിൽ സ്വീകരണം നൽകുകയുണ്ടായി. എന്താണ് വിശദാംശങ്ങൾ?
ജലീൽ, വളരെ വ്യത്യസ്തമായ ഒരു സ്വീകരണ ചടങ്ങായിരുന്നു മർക്കസിന്റെ പ്രധാന ക്യാമ്പസിൽ ഇന്ന് രാവിലെ സംഘടിപ്പിച്ചത്. മർക്കസിന്റെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള വിദ്യാർത്ഥികളാണ് ശ്രോതാക്കളായി ഉണ്ടായിരുന്നത്. വളരെ ആവേശത്തോടുകൂടി പ്രഭാഷണം ആരംഭിച്ച ബഹുമാനപ്പെട്ട ഹബീബ് ജിഫ്രി സദസ്സിലേക്ക് കടക്കുകയും സദസ്സിലൊരാളായി തീരുകയും ശേഷം വളരെ മനോഹരമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ഉണ്ടായി. വിദ്യാർത്ഥികളോട് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്തുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് അദ്ദേഹം കൂടുതൽ ശ്രമിച്ചത്. മികച്ച ഉത്തരങ്ങളൊക്കെ പറഞ്ഞ, മികച്ച ഇടപെടലുകൾ നടത്തിയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഷാൾ അണിയിക്കുകയും ഉണ്ടായി. വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങിനാണ് മർക്കസ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ചടങ്ങിലുണ്ടായിരുന്നു. അതുപോലെ മർക്കസിലെ വിവിധ സ്ഥാപനങ്ങളിലുള്ള ഉസ്താദുമാർ, അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തു. ജലീൽ, വൻ ഒരുക്കങ്ങളാണല്ലോ സമ്മേളനത്തിനായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്രത്തോളം ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും വൻ സന്നാഹത്തോടുകൂടി വാഹനങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകരുടെ എണ്ണം ഏകദേശം കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ജനലക്ഷങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന് തന്നെയാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ജലീൽ, നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ? തീർച്ചയായും കാന്തപുരം ഉസ്താദിന്റെ മദ്ഹ് റസൂൽ പ്രഭാഷണം തന്നെയാണ് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിലെ പ്രധാന പരിപാടി. അതോടൊപ്പം ആഗോള പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും താബ ഫൗണ്ടേഷൻ സ്ഥാപകനുമായ ഹബീബ് അലി ജിഫ്രിയുടെ ആത്മീയ സാന്നിധ്യം ഈ പരിപാടിയെ വളരെ വ്യത്യസ്തമാക്കും എന്നാണ് പ്രതീക്ഷ. അതുപോലെ വിവിധ ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ തീർച്ചയായും മലയാളികളായ പ്രവാചക സ്നേഹികൾക്ക് പുതിയ അനുഭവമായിരിക്കും. നന്ദി യാസർ അറഫാത്ത് നൂറാനി വിശദാംശങ്ങൾ നൽകിയതിന്. മീലാദ് കോൺഫറൻസിനെത്തുന്ന ജനബാഹുല്യം കണക്കിലെടുത്ത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. വടക്കുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൊയിലാണ്ടി എലത്തൂർ പാലം കഴിഞ്ഞ് വെങ്ങാലി ഓവർബ്രിഡ്ജിൽ കയറാതെ വലതുഭാഗത്തുകൂടെ പുതിയാപ്പ റോഡിൽ പ്രവേശിച്ച് ഗാന്ധി റോഡിൽ ആളെ ഇറക്കി നോർത്ത് ബീച്ചിൽ പാർക്ക് ചെയ്യണം. വയനാട് മുക്കം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എരഞ്ഞിപ്പാലം നടക്കാവ് വഴി ക്രിസ്ത്യൻ കോളേജ് ക്രോസ് റോഡിലൂടെ കണ്ണൂർ റോഡ് ക്രോസ് ചെയ്ത് ഓവർബ്രിഡ്ജിൽ കയറി ഗാന്ധി റോഡിൽ ആളെ ഇറക്കി വെള്ളയിൽ ബീച്ചിൽ പാർക്ക് ചെയ്യണം. ഫറൂഖ് വഴി വരുന്ന വാഹനങ്ങൾ ചെറുവണ്ണൂരിൽ നിന്നും മീഞ്ചന്ത ബൈപ്പാസിൽ പ്രവേശിച്ച് ബേബി ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി മാവൂർ റോഡിലൂടെ അശോക ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി വലത്തോട്ട് തിരിഞ്ഞ് CH ഓവർബ്രിഡ്ജ് വഴി കോർപ്പറേഷൻ ഓഫീസിനടുത്ത് ആളെയിറക്കി വലിയങ്ങാടി ഭാഗത്ത് പാർക്ക് ചെയ്യണം. മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ രാമനാട്ടുകരയിൽ നിന്നും ബൈപ്പാസിലൂടെ തൊണ്ടയാട് ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് ബേബി ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴി അശോക ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് CH ഓവർബ്രിഡ്ജ് വഴി കോർപ്പറേഷൻ ഓഫീസിനടുത്ത് വലിയങ്ങാടി ഭാഗത്ത് പാർക്ക് ചെയ്യണം. മലപ്പുറം മഅദിൻ അക്കാദമിക്ക് കീഴിൽ സംഘടിപ്പിച്ച ലൈറ്റ് ഓഫ് മദീന പ്രകീർത്തന സദസ്സിന് ആയിരങ്ങൾ. മലേഷ്യയിലെ ഇബ്നു സീന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 9 അംഗ പ്രകീർത്തന സംഘമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. 11-കാരൻ അദ്ഹമിന്റെ പ്രകടനം വിസ്മയമായി മാറി. സമസ്ത ട്രഷറർ ചിത്താരി ഹംസ മുസ്ലിയാർ റബീഅ് ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്തു. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നടത്തി. പരിപാടിയിൽ സയ്യിദ് അഹമ്മദുൽ ബുഖാരി ആണ്ട് നേർച്ചയും പരീക്ഷാർത്ഥികൾക്ക് പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഖുർആൻ പാരായണം, സ്വലാത്തുനാരിയ, വിർദുൽ ലത്തീഫ്, ബുർദ പാരായണം, ജനാസ നിസ്കാരം, പ്രാർത്ഥന എന്നിവയ്ക്ക് പ്രമുഖർ നേതൃത്വം നൽകി. പരിപാടിക്കെത്തിച്ചേർന്ന ആയിരങ്ങൾക്ക് അന്നദാനം വിതരണം ചെയ്തു. മീലാദ് ആഘോഷങ്ങളുടെ ഭാഗമായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ച ഒരു മാസക്കാലം നീണ്ടുനിന്ന മീലാദ് ക്യാമ്പയിന്റെ സമാപനം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 നടക്കും. SYS സുപ്രീം കൌൺസിൽ അംഗവും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാനുമായ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, SYS മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സുലാഹുദ്ദീൻ ബുഖാരി എന്നിവർ പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ചൊല്ലിയ 4 കോടി സ്വലാത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മർക്കസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിലേക്ക്. ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത് മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം. 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൗലിദ് സംഘങ്ങൾ, ആത്മീയ നേതൃത്വങ്ങളുടെ പ്രാർത്ഥനകൾ, വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ.
आज दुनिया में खैर वरा അഖിലേന്ത്യാ സുന്നി ജമീഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹു റസൂൽ പ്രഭാഷണം. ആഗോള മുസ്ലിം പണ്ഡിതരുടെ മീലാദ് ആഘോഷ അനുഭവങ്ങൾ. അതെ, തീർത്തും വ്യത്യസ്തമായ അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് മർക്കസ് സംഘടിപ്പിക്കുന്നു ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത്. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി ജനുവരി 8, 9 തീയതികളിലായി ഓരൂർ മദീനത്തുന്നൂർ കോളേജിൽ അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനം മുൽത്തഖ 2016 നടക്കുകയാണ്. അക്കാദമിക സമ്മേളനം, സ്കോളേഴ്സ് കോൺക്ലേവ്, റെസ്റ്റാൻഡിവോ, സ്റ്റുഡൻസ് കൊളാരിയോ, യൂത്ത് എൻസംബിൾ തുടങ്ങിയ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാവരെയും അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനത്തിലേക്ക് കൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റു വാർത്തകളിലേക്ക്. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയതിൽ വ്യാപക പ്രതിഷേധം. നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനങ്ങൾ ഗൾഫ് മേഖലയിലാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കി വിദേശകാര്യ മന്ത്രാലയത്തിൽ ലയിപ്പിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തിൽ ഗൾഫ് മേഖലയിൽ നിന്ന് വ്യാപക പ്രതിഷേധമുയർന്നു. 12 വർഷം മുമ്പ് പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തി രൂപവൽക്കരിച്ച പ്രത്യേക പ്രവാസികാര്യ മന്ത്രാലയം കൂടുതൽ ഫലപ്രദമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന മുറവിളി ഉയരുന്നതിനിടയിലാണ് മന്ത്രാലയം തന്നെ വേണ്ടെന്ന തീരുമാനം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം പ്രധാനമായും നടക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ ആയതിനാലാണ് പ്രത്യേക വകുപ്പ് വേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ പ്രവാസികളെ മോഡി സർക്കാർ അവഹേളിച്ചിരിക്കുകയാണെന്നും ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രവാസികളുടെ മഹത്വം വാഴ്ത്തുന്ന മോഡി സർക്കാരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല എന്നുമാണ് UAE-യിലെ വിവിധ സംഘടനാ നേതാക്കൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിച്ചത്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസത്തോടനുബന്ധിച്ച് സർക്കാരിൽ നിന്ന് സമ്മാനം പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രവാസികൾക്ക് ലഭിച്ചത് പ്രഹരമായി പോയെന്ന് ആരോഗ്യ മേഖലയിലെ പ്രമുഖ സംരംഭകനും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. എല്ലാ വർഷവും നടത്തിയിരുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഇത്തവണ അവസാന നിമിഷം റദ്ദാക്കിയതും ഇതോട് ചേർത്ത് വായിക്കണം. പ്രവാസി കാര്യങ്ങൾക്കായി പ്രത്യേക മന്ത്രാലയവും മന്ത്രിയും ഉണ്ടാവുന്നത് അവരുടെ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാനും ഫലപ്രദമായ നടപടിയെടുക്കാനും സഹായിക്കും. എന്നാൽ മറ്റു നിരവധി ചുമതലകൾ ഉള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട വിദേശകാര്യ വകുപ്പിന് പ്രവാസി വിഷയങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണെന്ന് പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് കൂടിയായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 7.5 ലക്ഷം പേരെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പ്രവീൺ തൊഗാഡിയ. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നായി 7.5 ലക്ഷം പേരെയാണ് മതപരിവർത്തനം നടത്തിയത്. 2.5 ലക്ഷം മുസ്ലിങ്ങളെയും 5 ലക്ഷം ക്രിസ്ത്യാനികളെയുമാണ് മതം മാറ്റിയതെന്നും തൊഗാഡിയ അവകാശപ്പെട്ടു. ഹിന്ദുക്കൾ രാജ്യത്ത് ഭൂരിപക്ഷമായി തുടരുന്നതിന് ഗർവാപ്പസി തുടരേണ്ടതുണ്ട്. ഒരു വർഷം 15,000 പേരെയാണ് ഗർവാപ്പസി നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം 40,000-ലേറെ പേരെ ഹിന്ദുക്കളാക്കി. RSS നടത്തുന്ന മതപരിവർത്തനത്തിന് പുറമെയാണിതെന്നും തൊഗാഡിയ പറഞ്ഞു. രാമക്ഷേത്രം നിർമ്മിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. പാർലമെന്റ് ഇതിനായി നിയമം കൊണ്ടുവരണം. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകണമെന്നും തൊഗാഡിയ ആവശ്യപ്പെട്ടു. ഭീകരാക്രമണം നടന്ന പത്താൻകോട്ടിൽ പ്രധാനമന്ത്രി സന്ദർശനം തുടരുന്നതിനിടെ പഞ്ചാബിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. രഹസ്യാന്വേഷണ ഏജൻസികളാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ടിബ്രി മേഖലയിൽ ഭീകരരെ കണ്ടതായി പ്രദേശവാസി അറിയിച്ചിരുന്നു. എന്നാൽ പോലീസിന് ഇവരെ കണ്ടെത്താനായിട്ടില്ല. ടിബ്രി കന്റോൺമെന്റ് ഏരിയയിൽ 1000-ഓളം സൈനികരെയും പോലീസുകാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് 2 ദിവസം മുമ്പും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹമാണ് വിശ്വാസം. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് നാളെ. ജനലക്ഷങ്ങൾ നാളെ കോഴിക്കോട്ടേക്ക്. തത്സമയം KMIC-യിൽ. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ നാളെ വാഹന നിയന്ത്രണം. മലപ്പുറം മഅ്ദിൻ ലൈറ്റ് ഓഫ് മദീന പ്രകീർത്തന സദസ്സിന് ആയിരങ്ങൾ സംബന്ധിച്ചു. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയതിൽ വ്യാപക പ്രതിഷേധം. നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തിൽ ഗൾഫ് മേഖലയിലാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. പത്താൻകോട്ടിൽ പ്രധാനമന്ത്രി സന്ദർശനം തുടരുന്നതിനിടെ പഞ്ചാബിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. 1 മാസക്കാലം നീണ്ടുനിന്ന KMIC മീലാദ് ക്യാമ്പയിന്റെ സമാപനം ഇന്ന്.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.